വിസ്മയമോഹൻ നായികയാവുന്ന ജൂഡ് ആന്റണി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമായ തുടക്കത്തിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. വിസ്മയമോഹലിന്റെ ഫസ്റ്റ് സിനിമയാണ്, ഡെബ്യൂ ആണ് ഈ സിനിമ. ഇതിന്റെ ഒരു സോങ് എടുത്ത് വന്നത് വീഡിയോ സോങ് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, അത് കണ്ടിരിക്കാൻ നല്ല രസമൊക്കെയാണ്. ഒരു ഫീൽ ഗുഡ് ഫീലൊക്കെയാണ് തന്നിരുന്നത്. പിന്നെ ജൂഡ് ആന്റണിയും 2018 ശേഷം വരുന്ന ഈ സിനിമയാണ് തുടക്കത്തിലൂടെയാണ്. കാരണം നമുക്കറിയാം ജൂഡ് ആന്റണിയുടെ അത്യാവശ്യം എല്ലാ പടങ്ങളും ഒരു ഫീൽ ഗുഡ് ടൈപ്പാണ്. ഓം ശാന്തി ഓശാനയും നമ്മുടെ മുത്തശ്ശികതയാണെങ്കിലും സാറാസിന് എത്രത്തോളം ആ ഒരു ലെവലിൽ വന്നില്ലേ പോലും ആ ഒരു ടൈപ്പാണ്. പക്ഷെ 2018 മാത്രമാണ് കുറച്ച് വേറെ രീതി പിടിച്ചത്. പക്ഷെ അതും ആഫ്റ്റർ ഓൾ ഒരു ഫീൽ ഗുഡ് ഫീൽ വരുന്ന സിനിമ തന്നെയാണ്. അപ്പം തുടക്കം പക്ഷേ അതിന്റെ പോസ്റ്ററും കാര്യങ്ങളൊന്നും കണ്ടപ്പോൾ എനിക്ക് തോന്നി അങ്ങനെയല്ല, ഒരു മിസ്റ്ററി അല്ലെങ്കിൽ ഒരു ത്രില്ലർ ടൈപ്പ് മൂവിയാന്ന് അന്ന് തോന്നി. പോസ്റ്റർ കണ്ടപ്പോൾ നമുക്കറിയില്ല. പിന്നെ ഇതിന്റെ ലാലേട്ടന്റെ ക്യാമിയോ ആയിട്ടും വരുന്നുണ്ട്. ഒത്തിരി സീനൊന്നും കാണില്ല. നമ്മളെ ആദ്യ സിനിമയ്ക്കകത്ത് നമ്മുടെ പ്രണവിന്റെ ആദ്യക്കകത്ത് വന്ന രീതി തന്നെയായിരിക്കും ഇതിനകത്തും. സോ ഏതായാലും ഇതിന്റെ ട്രെയിലർ വന്നിട്ട് നമുക്ക് കണ്ടു നോക്കാം. 1 മിനിറ്റ് 35 സെക്കൻഡാണ് ട്രെയിലറിന്റെ ഡ്യൂറേഷൻ. ഓക്കെ, മര്യാദയ്ക്ക് പഠിച്ചൊരു ജോലി സായികുമാർ ടിപ്പിക്കൽ അപ്പൻ. സായികുമാർ ആക്ച്വലി മോഹൻലാലിന്റെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ മോഹൻലാലിന്റെ മകളുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്നു. കൊള്ളാം. മീൻ വിസ്മയ മോഹൻലാൽ. സിയ മിയ ഷമൻജാക്കോ. അവളല്ലേ ഇന്നത്തെ സ്റ്റാർ. മൂന്നാറാ അച്ഛനുണ്ട് ചേട്ടാ, കുറച്ചും കൂടെ വലിയൊരു സ്ഥലം ഉണ്ടാവും. ചിപ്പി. ഒളിച്ചോടാനൊന്നും പ്ലാൻ ഇല്ലല്ലോ. പടത്തിന്റെ മൂഡ് മാറിയിരിക്കുന്നു. അതായത് ജൂഡിന്റെ ഒരു മേക്കിംഗ് ഉണ്ടല്ലോ, നമുക്കറിയാം. ഇപ്പൊ ഓം ശാന്തി ഓശാനം ഉണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ മുത്തശ്ശികതയാണെങ്കിൽ ഒരു മേക്കിംഗ് സ്റ്റൈലുണ്ട്. അതായത് ഒരു പ്രകൃതി രമണീയ സാധനമാണ് ഇതിനകത്ത് രണ്ടും മെയിനായിട്ട് കാണുന്നത്. ആ ഒരു സാധനം തന്നെ ഉണ്ട്. ബട്ട് ഇത് അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ല. ഞാൻ പറഞ്ഞ പോലെ പോസ്റ്റർ ഉണ്ട് നമുക്കറിയാം. സോ ആ ഒരു സംഭവത്തിലേക്ക് മാറിയതായിട്ട് ഫീൽ വരുന്നു. വിഷ്ണു ഗോവിന്ദ്. നമ്മൾ അണ്ണനൊക്കെ ഉണ്ടല്ലോ. ഗണേഷ് ജി. ഇതിന്റെ ക്രൂ എല്ലാം അടിപൊളിയാട്ടോ. ഇപ്പൊ ജെയ്ക്സ് ബിജോയ് ആണ്, ചമൻചാക്കാണ് എഡിറ്റർ, ജൂഡ്. ക്രൂ ഒക്കെ അടിപൊളിയാണ്. റൊമാന്റിക്കല്ലേ? അതെ അതെ, ചെന്ന് കയറി കൊടുക്കാൻ. ആന്റണി ഫിലിം. ജൂഡ് ആന്റണി ജോസഫ്. ലാലേട്ടൻ തൊപ്പിയൊക്കെ വെച്ച് വല്ല ആർമി ലുക്കാണോ അത്? ഈ ഒരു സാധനം നമ്മുടെ പോസ്റ്ററിൽ ഇതൊരു ടൈപ്പ് സാധനമല്ലായിരുന്നോ? ആർമി ലുക്കല്ല. അപ്പം ട്രെയിലർ കൊള്ളാം. അതായത് ഇവരെന്തോ ഒരു പുതിയൊരു സ്ഥലത്തേക്ക് അങ്ങോട്ട് വരുന്നതായിട്ടാണ് എനിക്ക് കണ്ടിട്ട് വന്നൊരു. പുതിയ സ്ഥലത്തേക്ക് വന്നിട്ട് പിന്നെ അവിടെ എന്തോ സ്ഥലം നോക്കുന്നതായിട്ട്. അതായത് പുള്ളിക്കാരി, എനിക്ക് ആക്ച്വലി വിസ്മയ മോഹൻലാല് റിയൽ ലൈഫ് മാർഷൽ ആർട്ടിസ്റ്റ്. അവൻ ഇതിനകത്ത് എനിക്ക് തോന്നുന്ന ആ ഒരു ടൈപ്പ് സാധനം തന്നെ, ത്രില്ലർ സാധനം തന്നെ കൊണ്ടുവരണം. അതായത് പുള്ളിക്കാരി ഒരു സ്പേസ് തപ്പുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു കുറച്ച് വലിയൊരു, അത് ഈ പാട്ടിനകത്ത് ആ രംഗം കാണിച്ചിരുന്നു. മേ ബി വല്ല മാർഷൽ ആർട്ടിസ്റ്റോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിനെ തുടർന്ന് കുറെ ഫൈറ്റിങ് കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കും. കൊള്ളാം. ഏതായാലും ട്രെയിലർ ഒരു ത്രില്ലർ സാധനം തന്നെയാണ്. ടിപ്പിക്കൽ നമ്മുടെ ആദ്യമാണെങ്കിൽ പോലും, നമ്മുടെ പ്രണവിന്റെ ആണെങ്കിൽ പോലും അതൊരു പുള്ളിയുടെ കഴിവ്. അന്ന് ആ ടൈമിൽ പുള്ളിയുടെ ആക്ടിങ് സ്കിൽ അത്രത്തോളം നല്ലതല്ല. അതിനകത്ത് പുള്ളിയുടെ മറ്റേ സ്കില്ലാണ് യൂസ് ചെയ്തത്. പുള്ളിക്ക് മറ്റേ പാർക്കോറും പരിപാടിയൊക്കെ അറിയാം. അത് വെച്ചാണ് നമ്മുടെ മൊത്തത്തിൽ ക്യാരി ചെയ്ത് പോയാക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത്. പക്ഷേ ഇതിനകത്ത് കണ്ടപ്പോൾ ഈ പുള്ളിക്കാരുടെ ആദ്യ പടമാണെങ്കിൽ പോലും എക്സ്പ്രഷൻസ് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. പിന്നെ ഒരു ട്രെയിലർ കണ്ട് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല, പടം വന്നാലേ നമുക്ക് അറിയത്തുള്ളൂ. പിന്നെ ലാലേട്ടൻ്റെ ഒരു കിടിലൻ കാമിയം കാണും. എന്തായാലും ഫൈറ്റ് രംഗത്തിലെ വരുന്ന ഒരു ലുക്കൊക്കെയാണ്. ആരുടെ കൊങ്ങയ്ക്ക് പിടിച്ചിട്ടുള്ള പരിപാടിയാണ്. ഇതൊരു ആർമി ലുക്ക് പോലെയൊക്കെ തോന്നി, അറിയില്ല എന്താണെന്ന്. പിന്നെ എനിക്ക് തോന്നുന്നു മറ്റേ ഇതിനകത്ത് ട്രെയിലറിൽ പറഞ്ഞ പോലെ ആ പടം ആ വീട്ടിൽ അവർ രണ്ട് മാത്രമല്ലേ ഉള്ളൂന്ന്. മിക്കവാറും ആ സമയത്തായിരിക്കും ലാലേട്ടനോട് ഉണ്ടാകുന്നത്. അങ്ങനെയെല്ലാം ആയിരിക്കും. ഇതൊക്കെ ഒരു പ്രഡിക്ഷനാണ് കേട്ടോ. പിന്നെ നമ്മൾ കൂടുതൽ ഡിഗ് ചെയ്ത് പോയിട്ട് കാര്യമില്ല. കാരണം ഈ നമ്മൾ ഡീകോഡിങ്ങിനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ വെറുതെ ചിലപ്പം എക്സ്പെക്ടേഷൻ കൂടും അനാവശ്യമായിട്ട്. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അത്രയും സിനിമയ്ക്കകത്തില്ലെങ്കിൽ നിരാശ സമ്മാനിക്കുക. അതുകൊണ്ട് ഒത്തിരി ഒന്നുമില്ല, നമുക്കൊരു എക്സൈറ്റ്മെന്റ് ട്രെയിലർ കാണുമ്പോൾ കിട്ടി, അത് വെച്ച് കാണും. എനിക്ക് ട്രെയിലർ കാണുമ്പോൾ അത്യാവശ്യം സെറ്റപ്പായിട്ട് തോന്നി. പിന്നെ ടിപ്പിക്കൽ ഒരു കഥ തന്നെ ആയിരിക്കും. എൻ്റെ മനസ്സിലൊരു കഥ തോന്നുന്നു ട്രെയിലർ കണ്ടപ്പോൾ. നമ്മൾ റിവ്യൂ ഒന്നും പറയുന്നില്ല, നമുക്ക് കണ്ടു നോക്കാം. ഏതായാലും കൊള്ളാം. ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല, ഒന്നും
എടുത്ത് പറയാൻ മാത്രമൊന്നുമില്ല, 1 മിനിറ്റുള്ള ട്രെയിലർ. പിന്നെ 1 മിനിറ്റ് അത്രയും തന്നെ കാണിക്കുന്നത് നല്ലത്, ഒത്തിരി റിവീൽ ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. സോ ഇതാണ് എനിക്ക് ട്രെയിലർ കണ്ടിട്ട് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ വരുന്നത് ഇറ്റ്സ് മീ അഭിജിത്ത് ആൻഡ് യു ആർ വാച്ചിങ് ഫ്ലിക്ക് ആൻഡ് ഫ്രെയിംസ്.